വൈരണിക്കാടുകൾക്ക് നടുവിലുള്ള പൂഴിമണൽ വിരിച്ച പാതയിലൂടെ കിഴക്കേ വശത്തുള്ള പുഴക്കരയിലേക്ക് വെള്ളം കുടിക്കാനായി പോകുകയായിരുന്നു തമ്പുവാന. കരിമ്പ് കാട്ടിലെ ഇളം കരിമ്പുകൾ തിന്നു വീർത്ത കുമ്പയും കുലുക്കിയുള്ള തമ്പുവിന്റെ ഓട്ടം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ തമ്പു ചെവികളും തലയും ആട്ടി ആട്ടി പുഴയോരം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അതാ പുൽമേടുകൾ നിറഞ്ഞ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഒരു കരച്ചിൽ. തമ്പു ചെവി വട്ടം പിടിച്ചു. കരച്ചിൽ കേൾക്കുന്ന ദിക്കിലേക്ക് ശ്രദ്ധിച്ചു. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, എന്നെ രക്ഷിക്കണേ. ശബ്ദം കേട്ട തമ്പു ഞെട്ടിപ്പോയി. അത് പിങ്കിമാനിന്റെ ശബ്ദമല്ലേ? ഇവൾക്കിത് എന്തു പറ്റി എന്ന ആശങ്കയിൽ തമ്പു ഒറ്റ കുതിപ്പിന് പുൽമേടുകൾക്കുള്ളിലേക്ക് എത്തി. അപ്പോഴതാ വേട്ടക്കാർ വിരിച്ച വലയിൽ കുരുങ്ങി എഴുന്നേൽക്കാനാകാതെ കിടക്കുകയാണ് പിങ്കി. തമ്പു, എന്നെ രക്ഷിക്ക്, അവരിപ്പോ വരും. പിങ്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിഷമിക്കല്ലേ പിങ്കി, ഞാനൊന്ന് നോക്കട്ടെ. തമ്പു വല പൊട്ടിക്കാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. കൂടുതൽ കുരുക്കുകൾ ഉണ്ടാകുകയും ചെയ്തു. ശക്തിയല്ല, ഇവിടെ ബുദ്ധിയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയ തമ്പു പിങ്കി, ഞാൻ ഇപ്പൊ വരാവേ എന്നും പറഞ്ഞ് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പിങ്കിമാൻ പേടിച്ചു കരഞ്ഞുകൊണ്ട് തമ്പുവിനെ കാത്തിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തമ്പു തിരികെ എത്തി. തമ്പുവിന്റെ മുതുകിൽ തങ്കു എന്ന എലിയും ഉണ്ടായിരുന്നു. പിങ്കിമാനിന്റെ അടുത്തെത്തിയ തമ്പു തങ്കു എലിയെ താഴെ നിർത്തി. നിമിഷ നേരം കൊണ്ട് തങ്കു പണി തുടങ്ങി. വലയുടെ ഓരോ കണ്ണികളായി കരണ്ട് മുറിച്ചു. അപ്പോഴേക്കും വേട്ടക്കാരുടെ ശബ്ദം ദൂരെ നിന്നും കേട്ടു തുടങ്ങി. എന്നാൽ അവരെത്തും മുൻപായി തങ്കു വല മുഴുവനായി കരണ്ട് മുറിച്ചു. പിങ്കി സന്തോഷത്തോടെ ചാടി പുറത്തിറങ്ങി. നന്ദിയോടെ തമ്പുവിനെയും തങ്കുവിനെയും നോക്കി നിന്ന ശേഷം വേട്ടക്കാർ എത്തും മുമ്പായി കാട്ടിലേക്ക് ഓടി മറഞ്ഞു. അതേസമയം ഇരയെ തേടി വലയുടെ അടുത്തേക്ക് വന്ന വേട്ടക്കാർ തമ്പുവാന അവിടെ നിൽക്കുന്നത് കണ്ട് അയ്യോ ആന എന്നലറിക്കൊണ്ട് ഓടടാ ഓട്ടം. ഇത് കണ്ട് തമ്പുവും തമ്പുവിന്റെ പുറത്തിരിക്കുന്ന തങ്കുവും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുഴക്കരയിലേക്ക് നടന്നു നീങ്ങി. അപ്പൊ കുട്ടികളെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? ബുദ്ധിയും ശക്തിയും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ഓരോന്ന് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കണം. അപ്പോ അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.